ഞാനാണ് എനിക്ക് വേഷം കെട്ടി ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ല. എന്റെ അച്ഛൻ മാന്യമായിട്ട് രാജിവെച്ച ഒരാളാണ്. ടി നാണു മാസ്റ്റർ, വയനാട് ജില്ലാ കോൺഗ്രസ് നേതാവ്. അവരുടെ മകളാണ് ഞാൻ. ഹൈക്കോടതി അഭിഭാഷകൻ. 20 വർഷമായിട്ട് ആ അച്ഛൻ അവിടെ നിൽക്കുന്ന കണ്ടപ്പോ എന്റെ അച്ഛൻ എന്റെ നാട്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര പ്രതീക്ഷയോടെ ബി എ എൽ എൽ എം പഠിപ്പിച്ച ആ കുട്ടിയെ വിട്ടിട്ട് ആ അച്ഛൻ ഇരിക്കുന്ന നോക്കിയ ബോർഡിന്റെ താഴെ. നിങ്ങൾക്ക് ആർക്കും വിഷമമില്ലേ? എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, അഭിഭാഷകൻ വന്ന് ശബ്ദം ഉയർത്തിയാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഈ തന്റെ ഇടം ജിസ്മോൾക്ക് ഉണ്ടാവണമായിരുന്നു. എന്നെ പരിചയപ്പെടാൻ ഒരു നിമിഷം പോലും ആ കുട്ടിക്ക് അനുവദിക്കാൻ പറ്റിയില്ലല്ലോ. ഞാനൊരു കമ്മ്യൂണിറ്റി ഹോം ഹൈക്കോടതിയുടെ അടുത്ത് നടത്തുന്നുണ്ട്. 20ഓളം ആത്മഹത്യ ഈ കേരളത്തിൽ ഇല്ലാതാക്കി. ഈ കോട്ടയം ജില്ല ആർപ്പൂക്കര പോലീസ് സ്റ്റേഷനിൽ അമയ എന്ന് പറയുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ഒരു അഭിഭാഷകയാണ് ഞാൻ. അവരുടെ ആത്മഹത്യക്ക് നിങ്ങൾ കൂടേണ്ടി വന്നേരെ. കാരണം കുട്ടിക്ക് അടി നോക്കി 9 മാസം ഗർഭിണിയായ ബിടെക്കുകാരിയെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തി 4 ആത്മഹത്യ ആ വീട്ടിൽ സംഭവിക്കേണ്ടതായിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അച്ഛൻ ആ 3 പേരെ ഞങ്ങൾ സേവ് ചെയ്തു. പക്ഷെ അച്ഛൻ എങ്ങനെ ആത്മഹത്യ ചെയ്തു നിങ്ങൾ അറിയണം. അഡ്വക്കേറ്റ് സാധിജ എന്ന് പറയുന്ന കോട്ടയം ജില്ലാ അഭിഭാഷകയുടെ പേര് എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ഞാൻ രക്ഷപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ ഇറക്കുമ്പോൾ പിന്നാമ്പുറങ്ങളിലൂടെ പ്രതികളെ ഇറക്കി വിട്ട പോലീസ് സ്റ്റേഷൻ. അഡ്വക്കേറ്റന്മാര് ആര് വേണമെങ്കിലും എനിക്ക് വേറെ ശബ്ദം ഉയർത്തിക്കോ. പക്ഷെ എന്റെ മകൾ, ഞാൻ അമ്മയാണ്. ഇവരെയൊക്കെ മാനിച്ച് ഞാൻ ഇവിടെ ഒച്ചാനിച്ചിരിക്കുന്ന ആളല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ല. നിലവിലുള്ള അരാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരാളാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊലപാതകമാണ്. ആത്മഹത്യ എന്ന് ഞാൻ പറയില്ല. ഇതൊരു പ്ലാൻഡ് കൊലപാതകം തന്നെയാണ്. ഇതിന് വധശിക്ഷ തന്നെ ഇതിനുള്ളിൽ പ്രവർത്തിച്ച ഇതിന് കൂട്ടുനിൽക്കുന്ന ആൾക്കാർക്ക് നേടിക്കൊടുത്ത് ബഹുമാനപ്പെട്ട പൗരന്മാർ പിൻവാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ നേരത്തെ സംസാരിക്കുന്നുണ്ടോ, ഞങ്ങൾ ഇത് രഹസ്യ സ്വഭാവമാണ്. കോടതി ജനങ്ങൾക്ക് രഹസ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കൂ, കോടതി രഹസ്യമല്ല, സുതാര്യമാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ പേപ്പർ നിരത്തി തരാം. ജിസ്മോളുടെ കേസുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റെപ്പും എടുക്കുന്ന കേസുകൾ ഞാൻ നിരത്തി തരാം. മാളയാർ നീതിയാത്രയിലെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ശബ്ദിച്ച ആളാണ്. അവിടെ ഗാന്ധി സ്ക്വയറിൽ എറണാകുളത്ത്. പിന്നെ അത് പലരും ഏറ്റെടുത്ത് കോടികൾ പിരിച്ച് മാറ്റിക്കളഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ട് എന്നെ സംസാരിക്കാൻ ഇവർ അനുവദിച്ചില്ല? ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് വന്നത് ഇവിടെ വേഷം കെട്ടാനായിരുന്നില്ല. ഞാൻ ഹൈക്കോടതി മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, ഒരൊറ്റ അഭിഭാഷകർ പോലും ഈ അഭിഭാഷകയ്ക്ക് വേണ്ടി ഉണ്ടായില്ല എന്നൊരു ചോദ്യം ഞാൻ കേട്ടു. എന്റെ അച്ഛൻ ടി നാണു മാസ്റ്റർ അഭിഭാഷകയായിട്ട് എന്നെ പഠിച്ചിറക്കിയത് നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് ഞാൻ എന്റെ ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്തിരിക്കും. കേരളത്തിന്റെ ഓരോ കോണിലും ഞാൻ പോകുന്ന ഒരാളാണ്. അത് 2 കെട്ട് നമുക്ക് ജീവിക്കാം, രാജാവായിട്ട് ഒരു നിമിഷം ജീവിക്കാം. ജിസ്മോൾ എന്നെ കണ്ടില്ലല്ലോ എന്നൊരു വേദന. ഇന്ന് കൈയും പിടിച്ച് ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിന് ആ കുട്ടിയുടെ കൂടെ ഞാൻ ഇറങ്ങിയേനെ. കാര്യം എന്താണെന്ന് വെച്ചാൽ അരാഷ്ട്രീയത നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങണം. ജനങ്ങളെ ഇറങ്ങണം. ഏത് അന്വേഷണം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? ഏത് FIR നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? FIR കൊലപാതകികൾ അല്ലെങ്കിൽ നിങ്ങൾ എത്ര കാലം കൊണ്ട് വീണ്ടും FIR ഇടിപ്പിക്കും? വാളയാർ കേസിൽ എന്താ സംഭവിച്ചേ? ഈ FIR-ന്റെ ബലം ശരിയല്ല എങ്കിൽ നിങ്ങൾ എവിടെ പോകും? എന്റെ ജനങ്ങളെ, നിങ്ങൾ എവിടെ പോകും? എന്ത് കോടതി, എന്ത് കേസ്? അപ്പൊ ഈ FIR കൊലപാതകികൾ, ഈ കൊലപാതകം ചെയ്തവരുടെ FIR മർഡർ, പ്ലാൻഡ് മർഡർ. അഡ്വക്കേറ്റ് ജിസ്മോളുടെ കൊലപാതകം ഇത് കൊലപാതകം തന്നെയാണ്. എന്താ CCTV വരാത്തെ? ഇന്നലെ കളവ് നടത്തിയവൻ അവിടെ കടത്തണ്ണയിൽ കിടന്നുറങ്ങിയ CCTV ഇപ്പൊ വന്നിട്ടുണ്ട് ചാനലിലൂടെ. ഇതെന്താ CCTV ഇല്ലാത്ത? എന്താ പള്ളിമേടേന്റെ മുന്നിൽ എന്തിനാ CCTV വെച്ചത്? അപ്പുറത്തെ വീട്ടിൽ എന്തിനാ CCTV വെച്ചത്? ഞാൻ അവിടെ റെസിഡൻസ് അസോസിയേഷൻ താമസിക്കുന്നുണ്ട്. അവരുടെ CCTV ഉണ്ട്. എന്തിനാ CCTV? എന്തിനാ? അവിടെ നടക്കുന്ന ഓരോ കാര്യം പട്ടി ചത്തത് കാണാനും ഓക്കെ ശരിയാ, പ്രകൃതി സ്നേഹം വേണം. പക്ഷെ മനുഷ്യൻ ചത്തതും പോന്നതും ഒന്നും കാണാൻ CCTV ഇല്ലാന്നാ പറയുന്നത്. ഇതൊക്കെയല്ലേ ഇവിടെ സംസാരിക്കേണ്ടിയിരുന്നത്? ഇതൊക്കെയല്ലേ? എനിക്ക് മൈക്കൊന്നും വേണ്ട, എനിക്ക് കവര പ്രസംഗം ശീലമില്ല. പക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ശബ്ദം ഉയർത്തി. എനിക്ക് ഇവിടെ നിൽക്കുന്ന ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. എന്ത് വേണമെങ്കിലും മുദ്ര കുത്തിക്കോ. പക്ഷേ പ്രകൃതിയുടെ ശക്തിയുടെ കൂടെ നിന്നാ ഞാൻ പറയുന്നത്. ഇത് കേരളത്തിൽ ഇതൊരു തുടർ പരമ്പരയായിരിക്കും. പ്ലാൻഡ് കൊലപാതകങ്ങൾ ആത്മഹത്യയാക്കി തീർക്കാണ്. ആ കുട്ടി വളരെ കഴിവുള്ള
എന്തായിരുന്നു അതിന്റെ അസൂയയും ഈഗോയും മെയിൽ ഷോവനിസവും എല്ലാം ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ആ കുട്ടി ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, കല്യാണത്തോടു കൂടി മെമ്പർ പദവി പോയി എന്നാ പറയുന്നത്. അപ്പൊ ഈ കല്യാണം എന്ന് പറയുന്ന പൂട്ടലാണ്. അപ്പൊ ഇനി കല്യാണം കഴിക്കണോ, സ്ത്രീകളും കുട്ടികളും രംഗത്തേക്ക് വരണോ, തെരുവിലേക്ക് ഇറങ്ങണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്ന് ഞാൻ ഇവിടുന്ന് പ്രഖ്യാപിച്ചിട്ട് പോവുകയാണ്. എന്റെ നീതി എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അഡ്വക്കേറ്റ് ജിസ്മോളുടെ മർഡറിന് സംസാരിക്കാൻ ഹൈക്കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് സജിത താറ്റോട്ടാണ്. ഇനി ഒരു അഡ്വക്കേറ്റും വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയരുത്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇത് സംബന്ധമായി എന്തെങ്കിലും നിങ്ങൾ അനീതി കണ്ടാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അനീതിയുടെ വശത്ത് ഞാൻ കൂടെ ഉണ്ടാകും എന്നൊരൊറ്റ വാഗ്ദാനമാണ്. സ്ത്രീകൾ ഇറങ്ങണം. സ്ത്രീകൾ വെറുതെ പൊതുവേദിയിൽ കയറിയിരുന്ന് ചേർന്നിരിക്കാനുള്ളതല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് തുല്യ ഉത്തരവാദിത്തമാണ്. തുല്യ ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയം. ഇവിടെ എത്ര സ്ത്രീകൾ സംസാരിച്ചു ഇപ്പൊ ഇവിടെ? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ പഞ്ചായത്തിനെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങൾ ഇത്രയും പേരൊന്നിച്ചു കൂടി നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മുന്നോട്ട് കൂടെ ഞാൻ പറയാണ്. ആത്മഹത്യ എല്ലാരും പറഞ്ഞ പോലെ ഞാൻ ഒതുക്കില്ല. ഇത് കൊലപാതകം, ഇത് കൊലപാതകം തന്നെയാണ്. ഇനിയെങ്കിലും ജനങ്ങൾ ഉണർന്ന് ഈ കൊലയാളികൾക്ക് FIR വീണില്ല എങ്കിൽ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വരാതെ പോകുന്നില്ല? ഈ ജനക്കൂട്ടം അവിടെ പോയിരിക്കേ. ഒരു 10 പേര് നിരാഹാരം ഇരിക്കാൻ തയ്യാറാണോ FIR കൊലയാളികൾക്കിടാൻ? ഞാൻ നിൽക്കാം, നിങ്ങളോട് ഞാൻ നിൽക്കാം. എന്നാ മാത്രമേ ഇതിന് തീരുമാനം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ കവല പ്രസംഗം നടത്തിയിട്ട് അവിടെ എവിടെയും പോയി തെരുവിൽ പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. FIR എന്താണ്? അതിനധിഷ്ഠിതമായ കോടതിയിലും പറ്റും. ജഡ്ജിനോട് പറഞ്ഞാൽ അതൊന്നും കേസ് മറിക്കാൻ പറ്റൂല. അങ്ങനെയാണ് ചേംബർ പ്രാക്ടീസ് നടത്താൻ പറ്റുമോ? ഇല്ല. ജഡ്ജി പറയും കോടതി തെളിവ് കൊണ്ടുവരുമെന്നേ പറയുള്ളൂ. അല്ലാതെ ജഡ്ജിനൊന്നും ഒരു കേസ് സെറ്റിലാക്കാനുള്ള പവർ ഒന്നുമില്ല. നേരത്തെ വക്കീല് പറഞ്ഞു ഞാൻ എന്റെ ചേംബറിലേക്ക് വന്ന വക്കീൽ ജഡ്ജി തീരുമാനിക്കുമായിരുന്നു. ഒരിക്കലും ഇല്ല. ഞാൻ ഇഷ്ടം പോലെ കേസുകൾ ഡിസ്കസ് ചെയ്ത ഓപ്പൺ കോർട്ടിൽ മാത്രം, ഓപ്പൺ കോർട്ടിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ അത് ചേംബർ പ്രാക്ടീസ് ആയി പോവും. ജഡ്ജി മാറും. നമുക്ക് ചിന്തിച്ചൂടെ? ഏതൊരു കക്ഷിക്കും പോയി ചേംബറിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അഡ്വക്കേറ്റ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ഏതൊരു സിറ്റിസൺ ആണെങ്കിലും ഓപ്പൺ കോർട്ടിൽ FIRന്റെ ബലത്തിലാണ് കേസ് പോകുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് ശരിയായ പഠിപ്പിക്കലാണ്. ഞാനിവർ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാണ് ഞാൻ വരണോ വേണ്ടിയോ ഒരു 10,000 ആവർത്തി ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടെ. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഞാൻ സമയം വേസ്റ്റ് ആക്കില്ല. അപ്പൊ അച്ഛാ മാപ്പ് മാപ്പ്. അച്ഛൻ സ്വപ്നം കാണുന്നുണ്ടാകും അല്ലേ? മകൾ അച്ഛനല്ലേ അല്ലേ? ജിസ്മോളുടെ അച്ഛനാരാ? അങ്ങോട്ട് പോയി. അപ്പൊ അവരോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം വെച്ചാല് എന്റെ പ്രവർത്തനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ജിസ്മോൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഹൈക്കോടതിയുടെ തൊട്ടടുത്ത് ഞാനൊരു വില്ല നടത്തുന്നുണ്ട്. അവിടേക്ക് വന്ന് കിടക്കാമായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന് കിടക്കാമായിരുന്നു. എന്റെ കൂടെ ഇറങ്ങാമായിരുന്നു. അത് അറിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു വിഷമ സന്ധി എനിക്ക് മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ബോർഡ് നമുക്ക് വളരെ വളരെ വിഷമം എനിക്ക് തോന്നുന്നു. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി അങ്ങനെ ഒരു ബോർഡ് എൻ്റെ വീട്ടിന് മുന്നിൽ വെച്ചപ്പോൾ എൻ്റെ അച്ഛനുണ്ടായിരുന്ന സ്വപ്നം, ആ കുട്ടിക്കുണ്ടായിരുന്ന സ്വപ്നം LLM ആണ്. BA LLM കാര്യമാണ് എന്നുള്ളത് അത് നിസ്സാരമായ ഒരു ഡിഗ്രി അല്ല. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മാനസിക രോഗ കേന്ദ്രത്തിൽ പോയി വേഷം മാറി ഒരു കക്ഷിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരുന്നു അഡ്വക്കേറ്റ് ജിസ്മോള്. സ്വന്തം ജീവിതത്തെ എസ്കേപ്പ് ചെയ്യാൻ ആ കുട്ടിക്ക് പറ്റിയില്ല എന്നുള്ളത് ഭയാനകമായ ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ശരിയായ വഴിയിൽ ചിന്തിക്കുക, ശരിയായ വഴിയിലേക്ക് പോവുക. ഇത് കൊലപാതകമാണ്. ഈ ചാനലിലൂടെ ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജനങ്ങൾ വിചാരിക്കും ഇത് ആത്മഹത്യയാണെന്ന്. ഇത് കൊലപാതകം തന്നെയാണെന്ന്. ജിസ്മോളുടേത് കൊലപാതകം തന്നെയാണ്. കാരണം ഇവിടെ ഒരു മെമ്പർ എന്നോട് ഇൻക്വസ്റ്റിന് ഉണ്ടായിരുന്ന ഒരു ലേഡി ഇപ്പൊ എന്നോട് പറയുണ്ടായി, ജിസ്മോളുടെ പുറം നിറച്ചും പൊള്ളിയ പാടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചായിരുന്നു ഇതിനെ പറ്റിയിട്ട്? മുങ്ങി മരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് എങ്ങനെയാ പൊള്ളിയ പാട് മൊത്തം കാണുന്നേ? അത് ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ പോലീസ് സമ്മതിച്ചില്ല എന്ന്. എങ്ങനെയുണ്ട്? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പുറം മുഴുവൻ പൊള്ളിയ പാടായിരുന്നു. പിന്നെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു ഓഫീസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുറിഞ്ഞല്ലേ വന്നേ കുട്ടി. തീർച്ചയായിട്ടും കൊലപാതകം നടക്കൂലേ? അവൻ കൊല്ലാൻ വേണ്ടി ഇടിച്ചതല്ലേ എന്ന് അല്ലേ? അന്ന് ചാവാഞ്ഞതുകൊണ്ട് കുറച്ചും കൂടി ദിവസം ജീവിച്ചു. അപ്പൊ അവൻ കൊന്നു. അവനും അവന്റെ ടീമും കൊന്നത് തന്നെയാ കുട്ടീനെ. പുറത്ത് പൊള്ളിയ പാട് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ വീണ ആൾക്കെങ്ങനെ പൊള്ളിയ പാട്? ഇനിയിപ്പോ ഇതിനെപ്പറ്റി എന്താ നമ്മൾ സംസാരിക്കാനുള്ളത്? ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് പറയാണ്, ജിസ്മോളെ കൊന്നതാണ്. ജിസ്മോളെയും കുഞ്ഞുങ്ങളെ കൊന്നതാണ്. അഭിഭാഷകയെ കൊന്നു അതിസമർത്ഥമായിട്ട്. കൂടുതൽ വാർത്തകൾ
വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.